ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളെല്ലാവരെയും ഞാനിന്ന് ക്ഷണിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഗൈസ്, ഗുരുവായൂർക്ക് പോകാമെന്ന്. അപ്പം ചേട്ടന് കുറച്ച് അസൗകര്യം ഉണ്ടായതുകൊണ്ട് ചേട്ടൻ വന്നില്ല. ചേട്ടൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. ഞാനും അമ്മയും കേശുകുട്ടനും കൂടിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ വന്നു, ടിക്കറ്റൊക്കെ എടുത്തു. വൈകുന്നേരത്ത് 6:55 ട്രെയിൻ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത സമയപ്പോഴത്തേക്കും കേശുകുട്ടൻ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്നിട്ട് പിന്നീട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നീട് കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ച് കേശുകുട്ടൻ കപ്പലണ്ടിയൊക്കെ ഈ സമയത്തകത്താക്കി. കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ട്രെയിൻ ഓരോന്നും പല സ്ഥലത്തേക്ക് പോകാനായിട്ട് വരുന്നു. കേശുകുട്ടന് പല പല സംശയങ്ങളാണ് ഗൈസ്. നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കണം. എവിടെ പോകുന്ന ട്രെയിനാണ് ഇത്, ഏത് വഴിയാണ് പോകുന്നത്, ഇതെങ്ങോട്ടാണ് പോകുന്നത്, എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം ഞങ്ങളുടെ ട്രെയിൻ വന്നു, ഞങ്ങൾ കയറി. ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി, ഞങ്ങൾ കയറിയിരുന്നു. പിന്നീട് ഞങ്ങൾ നൈറ്റ് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു, കേശുകുട്ടനും കൊടുത്തു, എല്ലാവരും കഴിച്ചു. പിന്നീട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ ചേർത്തല വഴിയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ താണ്ട ഞങ്ങൾ ഗുരുവായൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വന്നു. അവിടെ റെയിൽവേയുടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് പ്രയാസമായിരുന്നു അവിടെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു ആ ട്രെയിനിൽ ഗുരുവായൂർക്ക് പോകാൻ. അപ്പോൾ എല്ലാവർക്കും ആ ഇടുങ്ങിയ വഴിയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ആ വശത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. പിന്നീട് ഞങ്ങൾ ഗുരുവായൂരേക്ക് പോകുന്ന വഴിക്ക് ദാണ്ടെ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണുന്നതാണ്. ഇവിടെ ഞങ്ങൾ തൊഴുതു. ഇവിടെ തൊഴുതിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ എൻട്രി ഭാഗത്തേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. രാത്രി 12 മണിയാണ് ഗൈസ് ഇത്. അവിടുന്ന് ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പൂവൊക്കെ വാങ്ങി. അവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ചു, തുളസിയൊക്കെ വാങ്ങിച്ച് പിന്നീട് അവിടുന്ന് ഞങ്ങൾ വീണ്ടും അവിടെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളുമൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും ഗൈസ് അവിടെ. ഒരുപാട് സാധനങ്ങൾ, വിളക്ക്, കൃഷ്ണൻ്റെ രൂപങ്ങൾ, കൃഷ്ണനും രാധയും ചേർന്ന് നിൽക്കുന്ന രൂപങ്ങൾ, കൃഷ്ണൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസ്, എന്തൊക്കെ വേണം നമുക്ക് വാങ്ങിക്കാൻ എല്ലാം അവിടെ കിട്ടും. എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങിക്കാൻ കിട്ടും. പിന്നീട് നമുക്ക് വേണ്ട ഡ്രസ്സ്, അതായത് സെറ്റും മുണ്ടും പട്ടുപാവാട എല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. അകത്തേക്ക് വന്നപ്പോഴത്തേക്കിനും പോലീസ് പിടിച്ചു. കാരണം ഈ മൊബൈൽ കൊണ്ട് ഫോട്ടോയോ വീഡിയോ ഒന്നും അവിടെ അലൗഡല്ല. അപ്പം ഇപ്പോൾ അങ്ങനൊരു നിയമം വന്നതാണെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങളകത്ത് കയറി ഒന്ന് ഫ്രഷപ്പായിട്ട് വന്ന് കൃഷ്ണനെ നല്ല കണക്ക് കണ്ടു, ഭഗവാനെ നല്ല കണക്ക് കണ്ട് തൊഴുതു. കുറേ സമയം ഞങ്ങൾ ക്യൂവിനകത്ത് നിൽക്കേണ്ടി വന്നു ഗൈസ്. അത്രയ്ക്ക് തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾ നല്ല രീതിയിൽ കണ്ട് ഭഗവാനെ കണ്ട് നല്ല കണക്ക് തൊഴുതിട്ട് ഞങ്ങൾ പിന്നീട് തിരിച്ചു പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും രാവിലെ 9 മണി ആ ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗുരുവായൂർ പപ്പടമൊക്കെ വാങ്ങി. അവിടുന്ന് ഗുരുവായൂർ പപ്പടം വാങ്ങി. കേശുകുട്ടന് ഒരു ടോയ് വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കൊടുത്തു. പിന്നീട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടുന്ന് കഴിച്ച് കുറച്ച് ഫോട്ടോയൊക്കെ വാങ്ങി. പിന്നീട് അവിടെ മാലയൊക്കെ വിൽക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് കല്യാണം ഉണ്ടായിരുന്നു ഗുരുവായൂരിൽ നിന്ന്. ഒരുപാട് കല്യാണം.